പാട്രിയോട്ട് എന്ന ഏറ്റവും പുതിയ സിനിമയുടെ ചെറിയ ചില വിശേഷങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. 2007 രാത്രിമഴ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച മഹേഷ് നാരായണൻ എന്ന എഡിറ്റർ പിന്നീട് അങ്ങോട്ട് 47-48 സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 7ഓളം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പേഴ്സണലി മഹേഷ് നാരായണ സിനിമകൾ എനിക്കങ്ങനെ എൻ്റെ ഒരു കാറ്റഗറി പെട്ടൊരു സിനിമയല്ല. എന്നാൽ പോലും ബിഗംസിനെ കുറേ നാളുകൾക്ക് ശേഷം സ്ക്രീനിൽ ഒരുമിച്ച് കാണാൻ കഴിയുന്നു എന്നുള്ള ആ ഒരു ഒരൊറ്റ ഫാക്ടറാണ് ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോകാൻ എന്നെ പ്രേരിപ്പിച്ചത്. അങ്ങനെ മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെയുള്ള ഒരു ബൃഹത്തായൊരു സിനിമ തന്നെയാണ്. നമുക്കിത് ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ഒരു കാഴ്ചയിൽ നമുക്കിത് അനുഭവപ്പെടുക. പക്ഷേ തിയേറ്ററിൽ നമുക്ക് ഈ അനുഭവങ്ങൾ കിട്ടിയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയില്ല. ഒരു മമ്മൂട്ടി ആരാധകൻ അല്ലെങ്കിൽ ഒരു മോഹൻലാൽ ആരാധകൻ ഇവരെ ത്രസിപ്പിക്കുന്ന ചില രംഗങ്ങൾ, അതും വളരെ ചില രംഗങ്ങൾ ഉണ്ടെങ്കിലും, ഇത് മമ്മൂട്ടിയുടെ സോളോ ഫൈറ്റ് ഉണ്ട്, മോഹൻലാലിൻ്റെ ഒരു സോളോ ഫൈറ്റ് ഉണ്ട്. ഈ രണ്ട് ഫൈറ്റും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ഞാൻ ഇതിൻ്റെ ട്വിസ്റ്റുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ സസ്പെൻസുകളോ കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത് സ്പോയിൽ ചെയ്യുന്നില്ല. പക്ഷേ പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യമെന്ന് പറയുന്നത്, നല്ലൊരു ടീമുണ്ടാവുക, സാധാരണ ഒരു സംവിധായകന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു താരനിര തന്നെ കിട്ടുക, എന്നിട്ട് പോലും അതിനെ കൃത്യമായിട്ട് നമ്മളോട് എത്തിക്കാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മോശം കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ലോണാപ്പ് അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ ഇരയാക്കുന്നു അല്ലെങ്കിൽ നമ്മളെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതെല്ലാം പറയാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് ഇത് പ്രേക്ഷകരിലോട്ട് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഈ പടം ഞാൻ കാണുന്ന ഷോ 11 ഷോയാണ്. രാവിലെ എനിക്ക് എൻ്റെ അടുത്തുള്ള തിയേറ്ററിലുള്ള ആദ്യത്തെ ഷോ 11 മണിക്കാണ്. ഈ പടം കണ്ട് ഞാൻ ഇറങ്ങിയത് 3 മണിക്കാണ്. എന്ന് പറയുമ്പോൾ 12, 1, 2, 3 4 മണിക്കൂറോളം ഞാൻ ആ തിയേറ്ററിനകത്തായിരുന്നു. അതിലൊരു അരമണിക്കൂർ ഇൻ്റർവെല്ലും മറ്റു കാര്യങ്ങളായിട്ട്, വണ്ടി പാർക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയാൽ തന്നെയും ഒരു 3.5 മണിക്കൂറിൽ കൂടുതൽ പടത്തിന് ലെങ്ത് ഉണ്ട്. ആലോചിക്കുക, മഹേഷ് നാരായണൻ ഒരു ഡയറക്ടറിലുപരി ഒരു മികച്ച എഡിറ്ററാണ്. ഒരുപാട് അവാർഡും മറ്റും കിട്ടിയിട്ടുള്ളൊരു എഡിറ്ററാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം സിനിമ, ഇത്രയും വലിയ താരനിരയ്ക്കുള്ള സിനിമ എഡിറ്റിങ്ങിൽ തന്നെ അദ്ദേഹത്തിന് പാളിപ്പോയി. കാര്യം അനാവശ്യമായിട്ടുള്ള ഒരുപാട് സ്ക്രീനുകൾ സിനിമയിലുണ്ട്. ഇതിൻ്റെ ലാഗ് എനിക്ക് തോന്നുന്നു 2.5-2.25 മണിക്കൂറിലൊക്കെ അവസാനിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു അത്. ലാലേട്ടൻ പറഞ്ഞ പോലെ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചവർ വേണം എഡിറ്റിംഗ് വിമർശിക്കാൻ എന്നുള്ളതല്ല. തിയേറ്ററിനകത്തിരുന്ന് ഈ സിനിമ കാണുന്ന നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സാധനമുണ്ടല്ലോ, അതെന്ന് പറയുന്നത് ലാഗിങ് തന്നെയാണ്. ഭയങ്കര ലാഗാണ് സിനിമ. എങ്ങനെയെങ്കിലുമൊക്കെ തീർന്നു കിട്ടിയാലും മതി എന്നുള്ളൊരു അവസരക്കൂട്ട് നമ്മൾ എത്തും. പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ക്ലൈമാക്സാണ്. ക്ലൈമാക്സ് ചെറിയ ട്വിസ്റ്റുണ്ട്. അത് ഈ കഥയെ ബാധിക്കുന്ന ഒരു ട്വിസ്റ്റേ അല്ല, എന്നാൽ പോലും ഒരു ട്വിസ്റ്റുണ്ട്. പിന്നെ മറ്റങ്ങനെ പറയത്തക്ക എന്തെങ്കിലും ഉള്ളതായിട്ടുള്ളൊരു സിനിമയൊന്നുമല്ല. പിന്നൊന്ന് എനിക്ക് അനുഭവം തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നയൻതാര ഒരു ചെറിയ ഗസ്റ്റ് റോളിലും മോഹൻലാൽ ഒരു ഇത്തിരി നീണ്ട ഗസ്റ്റ് റോളിലും അഭിനയിച്ചതായിട്ടാണ്. ഇങ്ങനെ ഈ രണ്ട് താരങ്ങൾ ശരിക്കും ഒരു ക്യാമിയോ ആണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. പടത്തിലെ ഹീറോ എന്ന് പറയുന്നത് മമ്മൂട്ടി മാത്രമാണ്. ആദ്യം മുതൽ അവസാന ഫ്രെയിം വരെയും മമ്മൂട്ടി തന്നെയാണ് സിനിമയിലുള്ളത്. ഇൻ്റർവ്യൂവിൽ നമ്മളെ മോഹൻലാൽ സിനിമ കാണിക്കുന്ന പോലുമില്ല. ഇൻ്റർവ്യൂവിന് ശേഷമുള്ള മോഹൻലാൽ ഇൻ്റർവ്യൂ ഒക്കെ നന്നായിട്ടുണ്ട്. അതിനുശേഷം പറയുന്ന ഒരു ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ ഫഹദിൻ്റെ വോയിസിൽ കേൾക്കാനൊക്കെ രസമായിട്ടുണ്ട്. പക്ഷേ പറഞ്ഞല്ലോ, എന്തൊക്കെയോ കല്ലുകടികൾ, എന്തെല്ലാമോ പോരായ്മകളൊക്കെ ഉറപ്പായിട്ടും സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു മമ്മൂട്ടി ആരാധകനെയോ ഒരു മോഹൻലാൽ ആരാധകനെയോ തൃപ്തിപ്പെടുത്തുന്ന ഘടകങ്ങൾ ചെറിയ അളവിലെങ്കിലും ഉണ്ട്. പിന്നെ ഫഹദ് ഫാസിൽ സാധാരണ ഈ ഒരു കോർപ്പറേറ്റുകളിലായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ആ അലർച്ച, പിന്നെ ആ കണ്ണുരുട്ടൽ, ആ ഒരു സെയിം മാനറിസം കണ്ടല്ലോ, അത് തന്നെയാണ് ഈ സിനിമയിലും ഫോളോ ചെയ്തിട്ടുള്ളത്. പുതുതായിട്ട് എന്തെങ്കിലും അദ്ദേഹം ഈ സിനിമയിൽ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും ഒരു തമിഴ് സിനിമകളെ കണ്ടിട്ടുണ്ട്. പല പടങ്ങളിലും അദ്ദേഹം വില്ലനായിട്ട് ഈ കോർപ്പറേറ്റ് വില്ലനായിട്ട് വന്നിട്ടുള്ള പല പടങ്ങളിലും അദ്ദേഹം വെറുതെ ഷൗട്ട് ചെയ്യുക, പിന്നെ ഭയങ്കര എനർജി കാണിക്കുക, ഭയങ്കര അഗ്രസീവ് ആവുക. അപ്പോൾ അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്ന ഭാവം അല്ലെങ്കിൽ ആ കണ്ണിൽ കാണുന്ന ഭാവം എന്നൊക്കെ പറയുന്നത് ആവർത്തനം തന്നെയാണ്. നമ്മളെല്ലാം ഇതിനു മുമ്പ് കണ്ട അതേ സാധനങ്ങൾ തന്നെയാണ്. പിന്നെ തോന്നിയത് കുഞ്ചാക്കോ ബോബനെ സൈഡാക്കി എന്നുള്ളതാണ്. പടത്തിന് ആദ്യം മുതൽ അവസാനം വരെ ചാക്കോച്ചൻ ഉണ്ടെങ്കിലും ഈ ബാക്കി 300 കിട്ടിയ അത്രയും പ്രാധാന്യം കുഞ്ചാക്കോന് കിട്ടിയിട്ടില്ല. സാധാരണയായിട്ട് ഒരു സിനിമ ഇറങ്ങിയ ആദ്യ ദിവസങ്ങളിൽ നെഗറ്റീവ് ആയിട്ടാണ് എനിക്ക് ആ സിനിമ ഫീൽ ചെയ്യുന്നതെങ്കിൽ ഞാനൊരു റിവ്യൂ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഉറപ്പായിട്ടും സാമ്പത്തികമായിട്ട് ഈ സിനിമ വിജയിക്കും എന്നുള്ള കാര്യം സംശയമില്ല. ഓൾറെഡി ഇതിൻ്റെ റൈറ്റ്സ്, മറ്റേ OTT റിലീസ് സാധനങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം വിറ്റുപോയിട്ട് തന്നെ ഇത് സാമ്പത്തികമായിട്ട് ഒരിക്കലും നഷ്ടമാവില്ല. കാര്യം ഇനീഷ്യൽ കളക്ഷൻ തന്നെ ഇന്നിപ്പോൾ തന്നെ എത്രയോ റെക്കോർഡൊക്കെയാണ്, എത്രയോ കൂടിയൊക്കെയാണ് ഇന്ന് തന്നെ കിട്ടിയിട്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ള അവധി ദിവസങ്ങളാണ്. ഉറപ്പായിട്ടും ഈ പറയുന്ന നായകനടന്മാരുടെ ഫാൻസ് മാത്രം ഒരാഴ്ച കയറി കണ്ടാൽ മുതലാവുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ
സാമ്പത്തിക നഷ്ടമല്ലെങ്കിലും ഒരു സിനിമ എന്ന നിലയിൽ ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല. എന്തായാലും ഇത് എൻ്റെ കപ്പിലെ ചായയല്ല. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല, ഖേദപൂർവ്വം പറയട്ടെ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മഹേഷ് നാരായണൻ്റെ പടങ്ങളോട് പൊതുവേ എനിക്ക് ഇതിൽ താല്പര്യക്കുറവുണ്ട്. അല്പം ഡാർക്കായിരിക്കും പടങ്ങൾ. അങ്ങനെ ഒരു എന്താ പറയുക, നമുക്ക് മനസ്സിന് ഒരു സന്തോഷമോ തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഒരു എനർജിയോ തരുന്ന ടൈപ്പ് ഓഫ് സിനിമകളല്ല. അങ്ങനത്തെ സിനിമകളുടെ ആരാധനയാണ് ഞാൻ. അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ. മഹേഷ് നാരായണൻ ഉറപ്പായിട്ടും പ്രോമിസിംഗ് ഒരു ഡയറക്ടറാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഉറപ്പായിട്ടും നാളെ സിനിമയിൽ ഒരു ഇരിപ്പിടമുണ്ട്. അതൊന്നും തർക്കമില്ലാത്ത വിഷയമാണ്. അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഈ പടം ഒരു പോരായ്മ തന്നെയാണ്. ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്രയുമൊക്കെയാണ് പാട്രിയോട്ട് എന്ന സിനിമയുടെ വിശേഷങ്ങൾ. ദയവായിട്ട് ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നായകന്മാർ ആരാധകർ എന്നോട് ക്ഷമിക്കുക. ഞാൻ ഒരിക്കലും ഒരു നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് ഈ സിനിമയെ മോശമാക്കാൻ ശ്രമിച്ചതല്ല. ഇത് തികച്ചും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് എൻ്റെ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ, താങ്ക് യു.